ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് വാനോളം ഉയർത്തിയ ആള് തന്നെ പാതാളത്തോളം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തിനെ വാനോളം ഉയർത്തി 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 നിർത്തി. അത് കഴിഞ്ഞപ്പോൾ പാതാളത്തോളം താഴ്ത്താനായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ മാത്രമല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒന്നല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ടാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി മുഖേന പല വ്യക്തികളും നഷ്ടപ്പെടുന്നുണ്ടാകാം. അവരെ അത്രയും കെയർ ചെയ്ത, അവരെ അത്രയും സ്നേഹിച്ച പല വ്യക്തികളും കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും ഒരു ഡ്രീം ആയിട്ടുള്ള പല കാര്യങ്ങളും നശിപ്പിച്ച ഒരവസ്ഥ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ പല കാര്യങ്ങളും സാമ്പത്തികം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ കഴിയുമെങ്കിലും ഒരു വിശ്വസ്തയോടുകൂടി നിൽക്കുന്ന, നമ്മൾ അത്രയും പ്യൂരിറ്റി ആയിട്ട് സ്നേഹിക്കുന്ന ഒരു സ്നേഹം നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടത്തില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ തേർഡ് പാർട്ടി മുഖേന നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നും പോകുന്നത്. പക്ഷെ അത് എന്താ പറയാ, കാര്യഗൗരവത്തോടു കൂടി നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവരുടെ പല കാര്യം, ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എടുക്കുന്ന സ്വഭാവമോ നിങ്ങളുടെ അടുത്ത് എടുക്കുന്ന പരിപാടികളോ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കി, ഓക്കെ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് കൂടുതലാണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മര്യാദക്ക് ഉണ്ടാക്കാറിയില്ലേ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു കറിയിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല, അത് ആ ഉപ്പിന്റെ കുഴപ്പം കൊണ്ടാണതേ പറയുള്ളൂ. മനസ്സിലായ? അത്രയും ഒരു ഫാന്റസി ആയിട്ട് നിന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇവരുടെ ജീവിതത്തിലുള്ള ഒരു തേർഡ് പാർട്ടി. അതായത് നിങ്ങളുടെ വ്യക്തി അത്രയും ഒരു ഫാന്റസി പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത്രയും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ആളെ മുതലെടുത്തോണ്ടിരിക്കുകയാണ്. പല രീതിയിൽ പല വിധത്തിൽ ഇവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം ഒരു കപടതയാർന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കപടതയാർന്ന ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല, പുറമേ ഒരു മാസ്ക്, എന്നിട്ട് ഉള്ളിൽ ചെയ്യുന്ന പല പരിപാടികളും ബുദ്ധിമുട്ടിലോട്ട് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കാരണം മനസ്സമാധാനം ഇല്ല. ഇവര് പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ
എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അല്ലെങ്കിൽ നെന്മാറ വെടിക്കെട്ടിനേക്കാളും വലിയ വെടിക്കെട്ട് അവരുടെ അടുത്ത് നടക്കും. അത്ര വലിയ പരിപാടികൾ ഈ തേർഡ് പാർട്ടി നടത്തിയിരിക്കും. എന്നല്ലാന്നുണ്ടെങ്കിൽ കണ്ണീരി കൂടി നടത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഇടി, ബഹളം, വഴക്ക് അങ്ങനെയുള്ള പരിപാടിയിൽ കൂടി നടത്തിയിരിക്കണം. ഈ തേർഡ് പാർട്ടി എന്ത് വിചാരിക്കുന്നോ അത് നടത്തിയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അത് ഏത് മുഖേനയാണെന്നുണ്ടെങ്കിലും അവർക്ക് നടത്തിയെടുക്കാനുള്ള കഴിവുമുണ്ട്. കാരണം നിങ്ങളുടെ ഈ വ്യക്തി നല്ല രീതിക്ക് അങ്ങോട്ട് സമർപ്പയാമി എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ഒരു കീറാമുട്ടി പോലെ നിൽക്കുന്ന ഒരു കാര്യം. ആ കീറാമുട്ടി ആക്കിയത് നിങ്ങളുടെ ആള് തന്നെയാണ് കേട്ടോ. കാരണം എന്ത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ. ഓക്കെ, ചില ആളുകൾ സൈലന്റ് കില്ലേഴ്സ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിനെ ഇങ്ങനെ സ്ലോലി പല ഇൻപുട്ടും കൊടുത്ത് പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അതായത് ഈ സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളില്ലേ, സൈക്കോ ആയിട്ടുള്ള സൈക്കോപാത്തൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഈ എന്താ പറയാ കുമ്പളങ്ങി നൈറ്റ്സിലെ ഫാസിലില്ലേ, ആ ഒരു പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏകദേശം ചില ബ്ലാക്ക് മെയിലിംഗ് എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് എനർജി കാരണം നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടുള്ള പല പരിപാടികളും ഈ വ്യക്തിക്ക് ഉണ്ടാകാനായിട്ട് ഭാവിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. ഇവര് നിങ്ങളുടെ വ്യക്തി എത്ര ആ ഒരു കുടുക്കിൽ നിന്ന് പുറത്തോട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഡോർ അടക്കുമ്പോ നമ്മളുടെ കൈ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മള് 14 ലോകം കൊണ്ടുപോകും. അതുപോലെയുള്ള ഒരു എനർജി. കാരണം നമ്മൾ ഡോർ തുറന്നാലേ പിന്നെ കൈയെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു എനർജിയാണ്. കുടുക്കിൽ നിൽക്കുന്ന ഒരവസ്ഥ, പൂട്ടിക്കെട്ടിയ പോലത്തെ ഒരവസ്ഥ, അവിടെയില്ല ഇവിടെയില്ല അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. ഇവരുടെയൊക്കെ വാക്ക് കേട്ട് പല കാര്യങ്ങളും നടന്നും പോയി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, പല രീതിയിലുള്ള പൊട്ടിത്തെറിക്കലുള്ള ഒരവസ്ഥ. കാരണം ഈ തേർഡ് പാർട്ടി, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ഒരു അമ്മയുടെ സ്ഥാനമോ സഹോദര സ്ഥാനമോ അല്ല, ഇനി പുറത്തുനിന്നുള്ള ഒരു റിലേഷൻഷിപ്പ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവിചാരിതമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നു, ഈ ആൾക്ക് വേറെ പല വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ അതായത് പ്യൂരിറ്റി ആയിട്ട് നടക്കുന്ന ഒരാളല്ല, അങ്ങനെയുള്ള പരിപാടികളുണ്ട്, ഇവർക്ക് വേറെയും കൂട്ടാളികളുണ്ട്. പക്ഷെ അത് വേദനയോടുകൂടി മനസ്സിലാക്കാൻ പോകുന്നുണ്ടെങ്കിലും എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കും? കാരണം സമർപ്പയാമി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അത് തന്നെ, സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിക്ക് ലോസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോസ് വരാനായിട്ട് വരാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോസ് വരാൻ നന്നായിട്ട് ചാൻസ് ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള പരിപാടികൾ അതൊന്ന്. കാരണം ഇവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അത് വാങ്ങിച്ചു കൊടുക്കാം, ഇത് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നിർത്തി ആ ഒരു ട്രാക്കിലോട്ട് ആക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് നടത്തിക്കൊണ്ട് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിനെ ആദ്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചത് ഇവര് A to Z കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, A to Z കാര്യങ്ങൾ എല്ലാത്തിനും ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഹെൽപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകും.
അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ്, എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്കും ഉള്ളതാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചും പറഞ്ഞ് ആ ഒരു ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഗുദാഹവ കഥം അങ്ങനെയുള്ള പരിപാടി. എന്നിട്ട് നിങ്ങളുടെ വ്യക്തിനെ പല രീതിയിൽ കൊണ്ടുപോയി എത്തിച്ച ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വഴക്കാണ്, തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനം കൊടുക്കാത്ത തർക്കമാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇതൊന്നും പുറത്തൊന്നും കാണിക്കത്തില്ല. ഇവര് അനുസരിച്ചില്ല, ഈ തേർഡ് പാർട്ടീനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ആളുകളുണ്ട്. രാഷ്ട്രീയ സമ്മേളനം പോലെ അപ്പുറത്ത് 4th പാർട്ടി 5th പാർട്ടി അങ്ങനെ പാർട്ടി സമ്മേളനക്കാർ റെഡിയാണ്. തേർഡ് പാർട്ടിയുടെ ഭാഗം പിടിച്ചു വരാനായിട്ട് ഒരു ഏരിയക്കാർ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം അവർ പറയുന്നതൊക്കെ ശരിയാണ്. ചിലപ്പോൾ കുറച്ച് ഇവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, ഇവരായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും വെട്ട്. ഈ നമ്മള് മാവിലൊക്കെ ഇത്തിക്കണ്ണിയൊക്കെ കണ്ടിട്ടില്ല? ഇത്തിക്കണ്ണി. ആ ഇത്തിക്കണ്ണിയുടെ പരിപാടി എന്താണ്? മാവ് പണിയെടുക്കും. മാംഗോ മാവ് പണിയെടുക്കും. മാവ് അതിൻ്റെതായിട്ടുള്ള പരിപാടികളിലൊക്കെ ഇങ്ങനെ പണിയെടുത്ത് നല്ല വളർന്നു വരുമ്പോൾ ഇത്തിക്കണ്ണി ഇങ്ങനെ കയറി പിടിക്കും. അപ്പൊ ഇത്തിക്കണ്ണി എന്താ ചെയ്യുന്ന? മാവിന്റെ വെള്ളവും വളവും എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പൊ മാവിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഫലം കുറയൂലേ, അതിൻ്റെ കായുടെ ഫലം കുറയും, അല്ലാന്നുണ്ടെങ്കിൽ ആ വളർച്ചയുടെ ഫലം കുറയും, പല കാര്യങ്ങളും കുറയും. അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. കാരണം ഇത് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും ഇതെങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് തേർഡ് പാർട്ടി കൊണ്ടുവരും. എന്നിട്ട് ഈ ജീവിതകാലം മുഴുവനും ഇങ്ങനെ അടിമയാക്കി നിർത്താനുള്ള ഉദ്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ എന്തെങ്കിലും പരിപാടി ഇവരുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ള ഒരു പരിപാടിയൊക്കെയാണ്. തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു എല്ലാം മാറ്റി റിമൂവ് ആക്കി അങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാനായിട്ട് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇത് അവസാനിക്കുമെങ്കിലും വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കാനും തേർഡ് പാർട്ടിയുടെ അറിയാതെ, നിങ്ങളുടെ വ്യക്തിയെ അറിയാതെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു അടിമയായിട്ട് നിന്ന് പല കാര്യങ്ങളും ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മനസ്സമാധാനക്കേട്, ഉറക്കക്കുറവ്, അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് എന്ത് പരിപാടി, തേർഡ് പാർട്ടിക്ക് എങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലുള്ള എന്ത് പരിപാടികൾ കൊടുത്തു കഴിഞ്ഞാലും അത് കിട്ടുന്നതൊക്കെ വളരെ സ്ലോ ആയിരിക്കും. കാരണം നിങ്ങളുടെ ആള് വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഫിനാൻഷ്യൽ ആണെങ്കിലും ഇപ്പോൾ വേറെ എന്ത് പരിപാടിയാണെങ്കിലും. പക്ഷെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാ പറയാ കിട്ടിയെന്ന്, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഇനി നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നോക്കാം. കൊള്ളാം. ഞാൻ എന്താ പറയാ, എനിക്ക് ഇതിലുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ചെന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണോ കാണുന്നത് അത് ഞാൻ തുറന്ന് അങ്ങോട്ട് പറയും. അതിപ്പോ പേഴ്സണൽ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നോ അത് ഞാൻ അങ്ങോട്ട് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ കാർഡ് എടുത്ത് നോക്കാം. ലിസൺ ഡീപ്ലി. അതിന്റെ അർത്ഥം അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യം വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.